അപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂർ പോയ സമയത്ത് റോഡ് സൈഡിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചെടി വിൽക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ചെടി ശാലിനോട് പറഞ്ഞു ഈ ചെടി വാങ്ങിയാൽ നല്ലതാണ് ഇങ്ങനെ ടേബിൾ മേലൊക്കെ വെക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ ചെടി വാങ്ങിക്കാണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളൊരു ഹോട്ടലിൽ കയറി കേട്ടോ. ഹോട്ടലിൽ കയറിയാൽ അവിടെ നിന്ന് ഞാനൊരു ചെരുപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചെരുപ്പും ഈ ചെടിയും വെച്ചിട്ട് ഞങ്ങൾ ഹോട്ടലിൽ കയറി. ഞങ്ങൾ ആ ഹോട്ടലിൽ ആ കവർ മറന്നു വെച്ചു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ പോകുന്ന സമയത്ത് ഇത് കാണാഞ്ഞപ്പോൾ ശാലു പറഞ്ഞു ഞാനുമ്മ ഹോട്ടലിൽ ചെടി മറന്നു വെച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ അവിടെ ഒരു കവർ മറന്നു വെച്ചിട്ടുണ്ടോന്ന്. അതിൽ ഇവരിത് ഞങ്ങൾ ആകെ പേടിച്ചു. കഞ്ചാവ് വാങ്ങിയിട്ട് ഇങ്ങനെ ആരോ കഞ്ചാവ് മറന്നു വെച്ചതാണ്. അതിൻ്റെ 2 ദിവസം മുന്നേ അവിടെ നിന്ന് കഞ്ചാവ് വീറ്റ് ആൾക്കാർ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആകെ പേടിച്ചിട്ട് ഒരു കവർ അവിടെ നിന്ന് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ചെടി. ഈ വെള്ളത്തിലിട്ട് 24 മണിക്കൂർ കഴിഞ്ഞാൽ കവറ് ഒരു ആരും കാണാത്തോടത്ത് കൊണ്ടുവച്ചേക്കണു. കാരണം ഇത് എന്താ സംഭവം എന്നറിയില്ലല്ലോ. ഒരു വിചാരിച്ചിരിക്കുന്നത് ഇത് കഞ്ചാവിൻ്റെ ചെടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും കഞ്ചാവൊന്നുമില്ല കേട്ടോ. ഈ ചെടിയില്ലേ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല തളിർത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതിന് 100 രൂപ 150 പറഞ്ഞത്. പക്ഷെ ഞാൻ ചോദിച്ചു 3 100 റുപ്യക്ക് വാങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു.